ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ CPIM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേരുകയാണ്. ഇന്ന് രാവിലെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യും. ഈ മാസം 27-ാം തീയതിയാകും ഔദ്യോഗികമായ പ്രഖ്യാപനം വരിക. CPIMന്റെ സ്ഥാനാർത്ഥികൾ ആരെയൊക്കെയെന്ന് ഉറച്ച് നമുക്കറിയാൻ അല്പ ദിവസങ്ങളിൽ കൂടി കാത്തിരിക്കണം. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നു. അലക്സ് മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞോ CPIMൽ? എന്തൊക്കെയാണ് നടക്കുന്നത് AK സെൻട്രലിൽ? ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് പൂരത്തിലേക്ക് CPM ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇതിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആദ്യം തുടങ്ങി വെച്ചത് UDFും കോൺഗ്രസും ആയിരുന്നെങ്കിൽ അത് പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ CPM ആണ് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന്റെയും UDFിന്റെയും ചർച്ച ഇനിയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ആ ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. CPM അത് അവരുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ ധാരണയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDFിൽ 15 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. 4 സീറ്റിൽ CPI മത്സരിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയോടുകൂടി അല്ലെങ്കിൽ 2-3 ദിവസത്തിനകത്ത് CPIയുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ളതിൽ അന്തിമ ധാരണയാകും. ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിക്കുന്നുണ്ട് കോട്ടയത്ത്. 15 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. അതിൽ നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ, ജില്ലാ കമ്മിറ്റികളൊക്കെ ചേർന്നിരുന്നു. ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയാക്കിയിരുന്നു. അതിനുശേഷമാണ് ജില്ലാ കമ്മിറ്റികൾ ചേർന്നത്. ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യം അല്പം കൂടി ഉറപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനാർത്ഥികളെ നിലവിൽ CPM പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇങ്ങനെയാണ്. 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരരംഗത്തുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLAയുമായ V. ജോയ് ആറ്റിങ്ങിൽ നിന്ന് ജനവിധി തേടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPMന്റെ അന്തിമ പട്ടികയിൽ V. ജോയുടെ പേരാണുള്ളത്. ജില്ലാ കമ്മിറ്റിയിലും V. ജോയുടെ പേരാണ് ഉയർന്നു വന്നത്. ഒപ്പം കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മത്സരിക്കാനാണ് സാധ്യത. ഒപ്പം TV രാജേഷിന്റെ പേരും കാസർഗോഡ് മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ നേരിടാൻ കൊല്ലത്ത് CPM രംഗത്തിറക്കുന്നത് കൊല്ലം MLA കൂടിയായ M. മുകേഷിനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ കമ്മിറ്റിയും M. മുകേഷിനെയാണ് അവിടേക്ക് പരിഗണിക്കുന്നത്. പത്തനംതിട്ടയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക്കിന്റെ പേരാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ഒപ്പം സംസ്ഥാന നേതൃത്വവും ഒരുപോലെ പരിഗണിക്കുന്ന പേര്. ആലപ്പുഴയിൽ നിലവിലെ MP-യായ AM ആരിഫ് തന്നെ മത്സരിക്കും എന്നുള്ളതാണ്. ഇടുക്കിയിൽ ജോയ്സ് ജോർജിന് തന്നെയാണ് സ്വതന്ത്രൻ എന്ന നിലയിൽ സാധ്യത. ചാലക്കുടി ഒപ്പം എറണാകുളം മണ്ഡലങ്ങളിലാണ് ഇപ്പോഴും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നത്. ചാലക്കുടിയിൽ നേരത്തെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന C. രവീന്ദ്രനാഥിന്റെ പേര് പരിഗണിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള വൈമുഖ്യം അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. തുടർന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഒപ്പം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കൂടി അഭിപ്രായം തേടുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി. സാജു പോളിന്റെ പേര് ചാലക്കുടി മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട്. ഒപ്പം കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പുഷ്പദാസിന്റെ പേര് കൂടി ചാലക്കുടിയിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് മണ്ഡലത്തിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ M. വിജയരാഘവന്റെ പേരാണ് പാലക്കാട് പരിഗണിക്കുന്നത്. ആലത്തൂരിൽ മന്ത്രി കൂടിയായ K. രാധാകൃഷ്ണന്റെ പേരിനാണ് ഒരുപോലെ പ്രാമുഖ്യം. കാരണം K. രാധാകൃഷ്ണന്റെ പേര് അല്ലെങ്കിൽ ആലത്തൂർ മണ്ഡലത്തിൽ അദ്ദേഹം തന്നെ മത്സരിക്കണം എന്നാണ് ജില്ലാ നേതൃത്വവും ഒപ്പം സംസ്ഥാന നേതൃത്വവും മുന്നോട്ട് വയ്ക്കുന്ന വികാരം. പൊന്നാനിയിൽ KT ജലീലിന്റെ പേരും ഒപ്പം DYFയുടെ സംസ്ഥാന പ്രസിഡന്റായ V. വസീഫിന്റെ പേരുമാണ് പരിഗണനയുള്ളത്. മലപ്പുറത്ത് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനുവിന്റെ പേരും ഒപ്പം അബ്ദുൾ നവാസിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. വടകര മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും വനിതാ നേതാവും കൂടിയായ KK ശൈലജ മത്സരിക്കാനുള്ള സാധ്യത. വടകര മണ്ഡലം എങ്ങനെയും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് CPMനെ സംബന്ധിച്ച് CPM ആലോചിക്കുന്നത്. വടകരയിലൊപ്പം A. പ്രദീപ് കുമാറിന്റെ പേരുകൂടി വടകരയിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എറണാകുളം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പൊതു സ്വതന്ത്രനെ CPM പരിഗണിക്കുന്നുണ്ട്. യേശുദാസ് പറപ്പള്ളി, KV തോമസിന്റെ മകൾ രേഖ തോമസ് എന്നിവരുടെ പേരുകളാണ് എറണാകുളത്ത് നിലവിൽ ആലോചനയിലുള്ളത്. എന്താണെങ്കിലും ഇന്ന് രാവിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി CPMന്റെ സംസ്ഥാന കമ്മിറ്റിയും ചേരും. ഈ യോഗങ്ങളിൽ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ ധാരണയാകും. 3 വനിതകളെങ്കിലും മത്സരിപ്പിക്കണമെന്നാണ് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിലെ ആലോചന പ്രകാരം KK ശൈലജയുടെ പേര് മാത്രമാണ് വനിതാ നേതാക്കൾ അല്ലെങ്കിൽ വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പട്ടികയിലുള്ളത്. പക്ഷേ ഈ 3 വനിതകളെ മത്സരിപ്പിക്കാൻ
സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയാണെങ്കിൽ ചാലക്കുടിയിലോ ഒരുപക്ഷെ എറണാകുളത്തോ ഒരു വനിത കൂടി മത്സരരംഗത്തുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്താണെങ്കിലും CPM-ന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ന് അന്തിമ ധാരണയാകും. 3 മണിയോടുകൂടി തന്നെ അന്തിമ തീരുമാനമാകും. പക്ഷേ 27-നായിരിക്കും പൊളിറ്റ് ബ്യൂറോയുടെ കൂടി അംഗീകാരത്തോടുകൂടി CPM-ന്റെ സ്ഥാനാർത്ഥികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. SKN. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. എന്തായാലും കാത്തിരുന്ന് കാണാം. നവാഗത പ്രതിഭകൾ വളരെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കണ്ടുമടുത്ത മുഖങ്ങൾ തന്നെയായിരിക്കും. കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ള ഒറ്റ സ്ട്രാറ്റജിയായിരിക്കും CPM-ഉം LDF-ഉം അവലംബിക്കുക.